സ്റ്റുഡൻസ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് ആസിഡ് റെയിൻ, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അല്ലെങ്കിൽ BOD അങ്ങനെയുള്ള പൊല്യൂഷൻ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രീനെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെമിസ്ട്രി എന്ന വാക്കുണ്ടെങ്കിലും കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അൺവാണ്ടേജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കൊണ്ട് പ്ലാന്റ്സിനും എനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ ആവാം, വാട്ടർ പൊല്യൂഷൻ ആവാം, സോയിൽ പൊല്യൂഷൻ ആവാം, അങ്ങനെ പലതരത്തിലുള്ള പൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് 3-4 ടോപ്പിക്സ് മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക്, ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അബൌട്ട് 70% നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന 75% സോളാർ എനർജി റീച്ചിങ് ദ എർത്ത് ഈസ് അബ്സോർബ്ഡ് ബൈ ദ എർത്ത് സർഫസ് ആണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന 75% ഒഴിച്ച് ബാക്കി വരുന്ന റെസ്റ്റ് ഓഫ് ദ ഹീറ്റ് റേഡിയേറ്റ്സ് ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ ആണ്, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ, സം ഓഫ് ദ ഹീറ്റ് ഈസ് ട്രാപ്ഡ് ബൈ ദ ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ, CFC. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഈ കാർബൺ ഡയോക്സൈഡിനെയും മീഥെയിനെയും അതുപോലെ തന്നെ ഓസോണിനെയും അതുപോലെ തന്നെ CFCനെയാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തിരിച്ചു പോകുന്ന റേഡിയേഷൻ ഇവരെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് നിർത്തും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് അപ്പ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ സണ്ണിൽ നിന്ന് എത്തുന്ന റേഡിയേഷൻ്റെ 75% ഭൂമി അബ്സോർബ് ചെയ്യുന്നു. അതിലൊരു ബാക്കിയുള്ള ശതമാനം തിരിച്ച് പോവാണ്. ആ പോകുന്ന റേഡിയേഷൻസിനെ ഈ മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ് അങ്ങനെയുള്ള ഗ്യാസസ് എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്. അതിൻ്റെ ഫലമായിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റ് കൂടി വരുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഗ്ലോബൽ വാർമിംഗ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. നമുക്ക് ജനറലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ റൈസ് ഇൻ സീ ലെവൽ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്. അതായത് എന്താ പറയുക, ഉരുകിയിട്ട് മഞ്ഞുമലകളും അങ്ങനത്തെയൊക്കെ ഉരുകി വീണ് സീ ലെവൽ ഉയരാനായിട്ട് കാരണമാകുന്നു. ദിസ് വിൽ ലീഡ് ടു മോർ ഫ്ലോഡ്സ് വിച്ച് വിൽ കോസ് മോർ ഡാമേജ് ടു സോയിൽ ആൻഡ് പ്ലാന്റ്. അതുപോലെ തന്നെ ഇൻക്രീസസ് ഇൻഫെക്ഷൻ ഡിസീസസ് സച്ച് ആസ് മലേറിയ, ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സ്ലീപ്പിംഗ് സിക്നസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഏത് കാരണമാകുന്നുണ്ട്? ഗ്ലോബൽ വാർമിംഗ് കാരണമാകുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? അതായത് നമ്മുടെ ഈ എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓസോൺ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ എർത്തിൻ്റെ സർഫസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോട്ടിങ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺലൈറ്റ് വരുമ്പോൾ അതിൽ പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്. നമുക്കറിയാം അതൊക്കെയാണ്. UV ഉണ്ട്, വിസിബിൾ ഉണ്ട്, ഇൻഫ്രാറെഡ് റേഞ്ച് അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ ഗ്യാസസ് എന്ത് ചെയ്യാണ്? ഈ വരുന്ന ഇൻഫ്രാറെഡ് റീജിയനെ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? അതായത് ദ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, O3 ആൻഡ് CFC, വാട്ടർ വേപ്പേഴ്സ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോം എ തിക്ക് cover around the earth. Earth receives a large amount of heat energy coming from the sun. Sunlight consists of UV radiations, visible light, IR radiations ഒക്കെ ഉണ്ട്. ഈ IR radiations are not absorbed by the atmospheric gases. The earth absorbs these IR radiations of short wavelength. അതിൻ്റെ
ആസ് എ റിസൾട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ എർത്ത് എമിറ്റ്സ് IR റേഡിയേഷൻസ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. ദീസ് IR റേഡിയേഷൻസ് ആർ അബ്സോർബ്ഡ് ബൈ ദ തിക്ക് കവർ ഓഫ് ഗ്യാസസ്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ദ അറ്റ്മോസ്ഫിയർ ബിക്കം ഹോട്ടർ ആൻഡ് ഹോട്ടർ ആൻഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ ഇതിലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള ഗ്യാസസിൻ്റെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ആസിഡ് റെയിൻ. അതായത് നോർമൽ റെയിനിൻ്റെ pH എന്ന് പറയുന്നത് 5.6 ആണ്. ഇനി അതിന് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് H+ അയോൺ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് റെയിൻ വാട്ടർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ ഈ H+ അയോൺസിൻ്റെ പ്രസൻസ് ഫലമായിട്ട് pH ഓഫ് റെയിൻ വാട്ടർ ബിലോ 5.6 ആയിട്ട് മാറും. ആക്ച്വൽ ഇതെന്ന് പറയുന്നത് pH എന്ന് പറയുന്നത് 5.6 ആണ്. അപ്പോൾ ഈ H+ അയോൺസ് പ്രസൻ്റ് ആവുന്നത് മൂലം റെയിൻ വാട്ടറിൻ്റെ pH എന്തായി മാറും? 5.6നേക്കാൾ കുറവായി മാറും. അതിന് കാരണം എന്താണ്? ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആഫ്റ്റർ ദ ഓക്സിഡേഷൻ ആൻഡ് റിയാക്ഷൻ വിത്ത് വാട്ടർ ടു ഫോം സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്നൊക്കെ വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, NO2 പോലെയുള്ള ആൾക്കാരൊക്കെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും വാട്ടറുമായിട്ട് കൂടി ചേർന്നിട്ട് എന്താണ് H2SO4ഉം HNO3ഉമായിട്ട് മാറുന്നുണ്ട്. അതാണ് എന്തിന് കാരണമായി മാറുന്നത്? ആസിഡ് റെയിന് കാരണമാകുന്നത്. അപ്പോൾ നിങ്ങളോട് ആസിഡ് റെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ദ റെയിൻ വിച്ച് ഹാവ് pH ലെസ് ദാൻ 5.6 ഈസ് നോൺ ആസ് എന്താണ്? ആസിഡ് റെയിൻ. അതിന് കാരണമാകുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആകുന്ന ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന സൾഫറിൻ്റെ ഓക്സൈഡും നൈട്രജൻ്റെ ഓക്സൈഡും ഒക്കെ ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ കറസ്പോണ്ടിങ് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്തിന് കാരണമായി മാറുന്നത്? ആസിഡ് റെയിനിന് കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എസ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഈ ചാപ്റ്ററിൽ വരുന്നത് കൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. സ്റ്റാച്യൂസ് ആൻഡ് മൗണ്ടൻസ് ഇൻ ഇന്ത്യ ആർ എഫക്റ്റീവ് ബൈ ആസിഡ് റെയിൻ ഹൗ. അതായത് ഞാൻ പറഞ്ഞു, അതായത് ഈ സ്റ്റാച്യൂസ് താജ്മഹൽ പോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാർബിൾ കൊണ്ടാണ്. മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാൽസ്യം കാർബണേറ്റ് ആസിഡ് റെയിനിൽ സൾഫ്യൂരിക് ആസിഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സൾഫേറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കാരണമാകുന്നത്? ആസിഡ് റെയിന് ഇങ്ങനെയുള്ള ഓൾഡ് മൗണ്ടൻസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കണു എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് അതിന് വേറെയും ഹാംഫുൾ എഫക്ട്സ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് കോസസ് എന്താണ്? എക്സസീവ് ഡാമേജ് ടു ദ ബിൽഡിംഗ് ആൻഡ് മൗണ്ടൻസ്, ഡാമേജ് ടു അയൺ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ, തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഡാമേജ് ലീവ്സ് ഓഫ് ട്രീസ്, അതുപോലെ പ്ലാന്റ്സ് ആൻഡ് റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് ഫോറസ്റ്റ്. അത് ഇൻക്രീസ് ഇൻ അസിഡിറ്റി ഇൻ വാട്ടർ മേക്സ് എന്താണ്? നമുക്കറിയാം ഓൾറെഡി അക്വാട്ടിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തിന് പ്രശ്നമാവുന്നുണ്ട്? ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറണം. അപ്പോൾ അതായത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും വരുമ്പോൾ മൊത്തത്തിൽ എങ്ങനെ അതിന് ഡാമേജ് ടു വെജിറ്റേഷൻ, അതുപോലെ തന്നെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് പ്രശ്നമാവുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഊഹിച്ചെഴുതാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ആസിഡ് റെയിൻ? ദ റെയിൻ വിച്ച് ഹാവ് pH ലെസ് ദാൻ 5.6 ഈസ് നോൺ ആസ് ആസിഡ് റെയിൻ. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ആസിഡ് റെയിൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ടുള്ള സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ്റെ ഓക്സൈഡ്സും ഒക്കെ വാട്ടറിൻ്റെയും ഓക്സിജൻ്റെയും പ്രസൻസിൽ ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യുകയും അത് റെയിൻ്റെ കൂടെ വരുന്നതാണ് എന്തിന് കാരണമായി മാറുന്നത്? ആസിഡ് റെയിന് കാരണമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. അതായത് ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ മില്ലിഗ്രാംസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ നീഡഡ് ബൈ ദ മൈക്രോ ഓർഗാനിസംസ് ടു ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ 1 ലിറ്റർ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? BOD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്
ഒരു വെള്ളത്തിൽ ഉള്ള എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇപ്പം നമ്മളിപ്പോൾ ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളിലുള്ള ഓർഗാനിക് മാറ്ററിനെ എന്താണ് ഡീകമ്പോസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസംസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, ഒരു വെള്ളത്തിൻ്റെ BOD കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെള്ളം എന്താണ്, പൊല്യൂട്ടഡ് ആണ് എന്നാണ് അർത്ഥം. BODയുടെ വാല്യൂ കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ചുകൂടി നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളമാണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്, BOD. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനമുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് ഗ്രീൻ കെമിസ്ട്രി. അതായത് ഇറ്റ് ഈസ് ദ വേ ഓഫ് തിങ്കിങ് ഈസ് അബൌട്ട് യൂട്ടിലൈസിങ് ദ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി അതർ ദാൻ സയൻസ് ടു റീപ്രൊഡ്യൂസ് ദ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓഫ് എൻവയൺമെൻറ്റ്. അതായത് നമുക്ക് എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയേ പറ്റൂ. പക്ഷെ ആ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നമ്മൾ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ കുറഞ്ഞ രീതിയിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോസസ് ദാറ്റ് കുഡ് ബ്രിങ് അബൌട്ട് മിനിമം പൊല്യൂഷൻ. ഓക്കെ, അതുപോലെ ഡിയറേഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് അപ്രോച്ച് വിച്ച് ഇൻവോൾവ്സ് ദ റിഡക്ഷൻ ഇൻ മെറ്റീരിയൽ എനർജി കൺസപ്ഷൻ ആൻഡ് വേസ്റ്റേജ് ജനറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവെൻറ്റ് വേസ്റ്റ്, മിനിമൈസ് ദ ആറ്റം എക്കോണമി, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രകൃതിയെ കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഏത്, ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എപ്പോഴും കേട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ കണ്ടു. അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.